രജനീകാന്തിന്റെയോ അമീർ ഖാന്റെയോ ക്യാരക്ടറായിട്ട് ഒരു കണക്ഷൻ ഉള്ള ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറാണ് നേരെ എൽസിയുടെ മറ്റേതെങ്കിലും ഫിലിംസിൽ അതേപടി പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അവിടേക്ക് ഒരു കണക്ഷൻ കിട്ടും. കൂലിയിലെ സെക്കൻഡ് സിംഗിൾ മോണിക്ക എന്താണ് എൻ്റെ ഒപ്പീനിയൻ എന്നുള്ളത് നോക്കാം. ആദ്യം ഒരു ടൈം പുറത്തു വിട്ടുകൊണ്ട് കുറച്ച് കട്ട്സുകൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അത് കണ്ട സമയത്ത് ഒരു തരത്തിലും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സോങ് വന്ന സമയത്ത് നേരെ തിരിച്ചായിപ്പോയി. കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോങ് പോലെയാണ് ഫീൽ ചെയ്തത്. ഇത്രത്തോളം എനർജി അതിനകത്ത് പുള്ളി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് സൗബിൻ്റെ ക്യാരക്ടർ അത് തന്നെയാണ് ആ ഒരു സോങ്ങിനകത്ത് അത്രത്തോളം എനർജി നമുക്ക് കൂടി തരുന്നത്. സപ്പോർട്ടിങ് ഡാൻസേഴ്സും ഒപ്പം പൂജ ഹെഗ്ഡെ ഇവരുടെ ആ ഒരു സപ്പോർട്ടും എല്ലാം പൊള്ളിയായിട്ട് തന്നെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂബോളിയുടെ ആ ഒരു ടീസർ വന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ കിട്ടിയ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിനെ ഇത് വെച്ചിട്ട് ലോകേഷ് അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. മലയാളം ആക്ടേഴ്സിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ലോകേഷ് ഈ ഒരു ചെറിയൊരു സോങ്ങിലെ ചെറിയ കട്ട്സ് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു സ്പേസ് ആയിരിക്കട്ടെ ഫിലിമിനകത്ത് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ ഞാൻ പറയാണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലൊരു ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് ഓൾ എന്നുള്ളത് ആക്കിയിടുക. കാരണം എങ്കിലേ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതേ സമയത്തോടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇത് ഞാൻ എപ്പോഴും എൻഡിലാണ് പറയാറ്. അപ്പോൾ പലരും എൻഡ് വരെ എത്താത്തതുകൊണ്ടാവാം നമ്മളെ വ്യൂസ് കൗണ്ടും നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൗണ്ടും വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് മടിയന്മാരായി വരുവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കോണ്ടന്റ്സ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ആ ഒരു സോങ് കണ്ട സമയത്ത് ഒരു ഡീകോഡിംഗ് ആയിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. പക്ഷേ ആ ഒരു സോങ് നടക്കുന്ന സ്പേസ് മൊത്തത്തിൽ കുറേ കണ്ടെയ്നേഴ്സും ഒപ്പം അവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഇവന്റ് നടക്കുന്ന പോലത്തെ ഒരു സ്പേസിലാണ് ഈ ഒരു സോങ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മേ ബി ഈ ഒരു സിനിമയ്ക്കകത്ത് ഗോൾഡിൻ്റെതായിട്ടുള്ള ഒരുപാട് മേ ബി എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഒക്കെ ആയിരിക്കാം. ഞാനിതെല്ലാം എൻ്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഊഹം മാത്രമായിട്ട് പറയുന്നതാണ്. ഒരിക്കലും അങ്ങനെ നടക്കുമെന്നല്ല പറയുന്നത്. നമുക്കൊരു ആ ഒരു ക്യാരക്ടറും ആ ഒരു ഇതും ഇൻസിഡൻറ്റും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യും. നമ്മൾ ഏതൊരു കാര്യത്തിലും ഇങ്ങനെ ചിന്തിക്കും. അതായത് ഈ ഒരു ഫിലിമിനകത്ത് ഇന്നത് എന്തുകൊണ്ട് ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഇന്നൊരു ക്യാരക്ടർ അങ്ങനെ ആക്കിയാൽ എന്തുകൊണ്ട് പറ്റില്ല, അങ്ങനെയൊക്കെ നമ്മൾ തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ ബ്രോയാണ് തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കമൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഇവിടെ പറയുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് ചെയ്യുക, നിങ്ങൾ അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലേ അത് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. LCU ഫിലിമാണ് കൂലി എന്ന് ഒരിക്കലും നമുക്ക് കൺഫേമിൽ പറയുന്നില്ല. ഞാൻ മെയിൻലി പറയുന്നത് ഇതിലെ ക്യാരക്ടേഴ്സ്, ഇതിൽ അമീർ ഖാൻ ഉൾപ്പെടെയുള്ള മെയിൻ ക്യാരക്ടേഴ്സിൽ ആരെങ്കിലും, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ആയാൽ പോലും മേ ബി ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇതൊരു LC ഫിലിം അല്ല, സ്റ്റാൻഡ് അലോൺ ഫിലിമായിട്ടാണ് ഇറക്കുന്നത്. ഫ്യൂച്ചറിൽ സെയിം ക്യാരക്ടറായിട്ട് തന്നെ LCUവിൻ്റെ ഏതെങ്കിലും ഫിലിംസിൽ പ്ലേസ് ചെയ്യപ്പെട്ടാൽ അന്ന് നമ്മൾ ചിന്തിക്കില്ലേ ഈ കൂലി എന്ന ഫിലിമിനകത്ത് എങ്ങനെയാണ് കണക്ഷൻ വന്നതെന്ന്. ഇപ്പോൾ മെയിൻലി രജനീകാന്തിന്റെയോ അമീർ ഖാന്റെയോ ക്യാരക്ടറായിട്ട് ഒരു കണക്ഷൻ ഉള്ള ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറാണ് നേരെ LCUവിൻ്റെ മറ്റേതെങ്കിലും ഫിലിംസിൽ അതേപടി പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു LCU യൂണിവേഴ്സിൽ കൂടെ കണക്റ്റ് ആയി പോയ ഒരു ഫിലിമാണ് കൂലി എന്നുള്ളത് നമുക്ക് ആ ഒരു സമയത്തെ മനസ്സിലാവുള്ളൂ. മെയിൻലി ഈ ഒരു ഫിലിം ഒരിക്കലും ഒരു LCU ഫിലിമാണെന്ന് ലോകേഷ് എങ്ങും പറയുന്നില്ല, അത് അല്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് മറ്റേ ലിയോരകത്ത് ആ ഒരു കൈദിയിലുള്ള ഒരു പോലീസുകാരനുണ്ടല്ലോ, ആ ഒരു ക്യാരക്ടർ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പ്ലേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ആക്ടറിനെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ഫിലിമിനെ പെട്ടെന്ന് ആ ഒരു LCU കണക്ഷൻ ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ ഈ ഒരു കൂലി ഫിലിമിനകത്ത് ഏതെങ്കിലും ഒരു സ്പേസിൽ ഈ സെയിം ക്യാരക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതൊരു LCU ഫിലിമായിട്ട് നമുക്ക് തോന്നില്ലേ? ഇത്ര സിമ്പിളായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ എക്സ്പെക്റ്റേഷനും ഊഹങ്ങൾ മാത്രമാണ് കേട്ടോ. അതങ്ങനെയായിട്ട് തന്നെ കൂട്ടിയാൽ മതി. നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള LCU വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ ചെയ്തിട്ടുള്ള സിനിഫോണ, തീമാറ്റിക് പ്രോപ്സ്, അങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്യാമിയോ ക്രാഫ്റ്റ്, ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾ നല്ല സപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ LCU റിലേറ്റഡ് ലേണിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളെ ചാനൽ ഓൺലി ഫോക്കസ് LCU മാത്രമായി പോകും. മലയാള സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള മലയാളം ഫിലിം റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രത്തോളം വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ദൃശ്യം പ്ലസ് തുടരും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ്വൽ പാരലാക്സിൻ്റെ. അത് ഞാൻ കാണാത്തവരാണെങ്കിൽ എന്തായാലും എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അത് ഈ പറയുന്ന സിനിഫോണൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സെയിം വീഡിയോ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്നത് മലയാള ഫിലിംസ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് അത്രത്തോളം ഓടിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് LCU കണ്ടന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടം. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം, എല്ലാത്തിൽ നിന്നും പഠിക്കണം. നമുക്ക് ഒരേ സൈഡിൽ മാത്രം ടാർഗറ്റഡ് ആയി പോകാനും പാടില്ല. നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലേലിസ്റ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. രണ്ട് പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. മോണിക്ക എന്ന സോങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്തായാലും എനിക്ക് ആ ഒരു സോങ് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അനിരുദ്ധിന്റെ എല്ലാ സോങ്സിനും ഒരേ വൈബാണ് ഫീൽ ചെയ്യാറ്. അതായത് ആ ഒരു വൈബ് തന്നെയാണ് ഈ ഒരു സോങ്ങിനും ഫീൽ ചെയ്യുന്നത്. അതൊരു അനിരുദ്ധിന്റെ ഒരു സിഗ്നേച്ചർ ആയിട്ട് നമുക്ക് കൂട്ടാം. അതുകൊണ്ടാണ് LCUവിന്റെ ബെൻസിലേക്ക് സായി അഭയങ്കറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു സെയിം പാറ്റേൺ അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. കൂലിയിലെ ഫസ്റ്റ് സിംഗിൾ ആണോ അതോ ഈ സെക്കൻഡ് സിംഗിൾ ആണോ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഏറ്റവും ഒരു വൈബ് ഫീൽ ചെയ്തെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഫിലിം റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള ഒരു മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.